basically I'm traveling around Kerala, visiting places around in Kerala. So my friend got me to this place to try the Kerala and Kerala Porotta and beef curry affair. ഇളക്കേണ്ട ഇളക്കി മറിക്കുമല്ലേ ബീഫിനെ അങ്ങോട്ട് ഇട്ടിട്ട്. ഏകദേശം ഇന്നിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ചട്ടിയും ഈ ഇളക്കും ആളെ താടിക്കാരനെയും അപ്പുറത്തേക്കണ ആളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കട മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ സസ്പെൻസ് ഒന്നും ഇട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കട നമ്മുടെ കരമനയുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടൽ, അതായത് തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാവുന്ന, ഇതിനോട് ഇടപെടിക്കാൻ വേറൊരു കടകളില്ല എന്ന് തിരുവനന്തപുരംകാർ അവകാശപ്പെടുകയും ചെയ്യുന്ന ഗുഡ് മോർണിംഗ് ഹോട്ടൽ. അത് ഇങ്ങനെ ഒരു മീഡിയം വേവായി വന്നു കഴിയുമ്പോൾ അവർ അതിൻ്റെ കറക്റ്റ് മസാലപ്പൊടികളോ അതിൻ്റെ സ്പെഷ്യൽ കൂട്ടൊക്കെ ഇട്ട് ഇളക്കി ആ ചാറ് ശരിക്കും വറ്റിച്ചിട്ട് ആണ് അവരവരുടെ സ്പെഷ്യൽ ബീഫ് ഉണ്ടാക്കുന്നത്. ഇത് കുറേ നേരത്തെ പ്രോസസ്സാണ്. ഇത് ശരിക്കും സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ ഒരു സൈഡിൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോളുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട്. രാവിലെ നല്ല തിരക്കാണ്. അപ്പോൾ ആദ്യം അടിച്ച പൊറോട്ട തീർന്നു, അടുത്ത പൊറോട്ടയ്ക്കാണ് അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബീഫ് അതിനിടയ്ക്ക് ഇളക്കി നിർത്തുന്നേ ഇല്ല, മുമ്പിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് നമ്മൾ ബോളാക്കി വെച്ച് പതിയെ പരത്തി വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വീശാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് പതിയെ പരത്തുന്നുണ്ട്. അപ്പോൾ പരത്തിയ ബോളെടുത്ത് വീശാനുള്ള പരിപാടിയാണ് സെറ്റ് ചെയ്യണത്. വീശി ആ സാധനം കത്തിയെടുത്ത് രണ്ടായിട്ട് കീറി പതിയെ ചുരുട്ടി അവിടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇത് പരത്തിയിട്ട് വേണം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ. അപ്പോഴത്തേക്കും വിറകൊക്കെ തീർന്നു കേട്ടോ. അപ്പോഴത്തേക്കും വിളക്കിൽ ചേട്ടൻ പോയിട്ട് പതിയെ കുറച്ച് വിറക് എടുത്തുകൊണ്ടുവന്ന് വീണ്ടും അടുപ്പിലേക്ക് വെച്ച്, അപ്പോഴും നമ്മുടെ ഇപ്പുറ സൈഡിൽ ഇരുന്നിട്ട് പൊറോട്ട വീശുന്നുണ്ട്. കുറേ ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം വീശി സെറ്റാക്കി പുള്ളി അടിപൊളിയാക്കി അത് ആ പാചകനാക്കി വെക്കുന്നുണ്ട്. അപ്പോഴും ചേട്ടനെ ഇളക്ക് നിർത്തിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വറ്റുന്നത് വരെ ഇളക്കണമല്ലോ. അപ്പോൾ അത് കാരണം അത് ഏറെക്കുറെ ആ ഒരു പാകത്തിലേക്ക് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പരത്തിയത് ഇതിങ്ങനെ ചെറുപറീന്ന് പുള്ളി പരത്തി 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 കല്ലയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൊറോട്ട ഏറെക്കുറെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ കണ്ട ആ ബീഫ് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കടെ പേര് ഹക്കീം എന്നാണ്. പുള്ളി കഴിഞ്ഞ 40 വർഷമായിട്ട് ഗുഡ് മോർണിംഗ് ഹോട്ടലിൻ്റെ എല്ലാം പുള്ളി തന്നെയാണ്. പുള്ളി അവിടുത്തെ ഇപ്പം നടത്തുന്ന ഷിബൂക്കയുടെ വാപ്പ അമീർ സാഹിബും കൂടെ കൂടിയാണ് ഈ കടയിലുണ്ടായിരുന്നത് നേരത്തെ. പൊറോട്ടയൊക്കെ അടിക്കുന്ന അടി കണ്ടു കഴിഞ്ഞാൽ ചേർന്നെന്തോ വാശിയുള്ള പോലെ പൊറോട്ടേനെ അടിച്ചു കൂട്ടണം. ഒരു രക്ഷയില്ല, സോഫ്റ്റ് പൊറോട്ട ഉണ്ടാകേണ്ട അടി ഉണ്ടാവും. രാവിലെ തന്നെ ഷോപ്പും ഫുള്ള് പുറത്ത് നിൽക്കാനും സ്ഥലമില്ലാത്ത രീതിയിൽ ആളാണ് ഷോപ്പിനകത്ത്. ഇത് നോക്കി നോക്കി, ഒന്നാമത് ചെറിയ ഡൈനിങ് സ്പേസ് ഉള്ളൂ, പക്ഷേ ഒരു രക്ഷയില്ല, പുറത്തും അകത്തും ഒക്കെ ആള്. ഈ ആളുകൾക്ക് ഇത്തരം പൊറോട്ടയൊന്നും പോരാന്നും പറഞ്ഞ് പൊറോട്ട അടിക്കുന്ന ചേട്ടനോട് നിന്നിട്ട് ഇത് തന്നെ പരിപാടി. പറയുന്ന അടിച്ചുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ കൂടെ അത് പാഴ്സലായിട്ട് കഴിക്കാനും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും നമ്മൾ ബീഫ് ഏറെക്കുറെ ഒരു വിളമ്പാവുന്ന രീതിയിലായി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വിളമ്പി ആ പൊറോട്ടയുടെ കൂടെ വെച്ച് കൊടുത്തു തുടങ്ങിയത്. ആൾക്കാരിവിടെ നോക്കിയിരുന്നു മടുത്ത്, തിരക്കൂട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മൊബൈലിലൊക്കെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കൂടെ എന്തായാലും വന്ന് നമുക്കുള്ളത് പൊറോട്ടയും ബീഫും ഇച്ചിരി സവോളയും പിന്നെ ഒരു പപ്പടം കൂടെ ആട്ടോ പുള്ളി തന്നെ നോക്കാം.
അപ്പോൾ ഈ 2 മുതലില്ലേ, ഈ മസാല ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 മുതലുകളാണ് നമ്മളെ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ കൊണ്ടുപോയത്, അക്രമും നസീമും. അപ്പോൾ അവരുടെ യുദ്ധം കഴിഞ്ഞു, അടിപൊളിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ യുദ്ധം തുടങ്ങാം. അപ്പോൾ നമുക്കുള്ള ഊഴം വന്നു. നമ്മളപ്പോൾ ആ പപ്പടം അതിനകത്തേക്ക് പൊട്ടിച്ച് ആ ചൂട് പൊറോട്ടയുടെ ഒരു കഷ്ണം ഇതേപോലെ പിച്ചെടുത്ത് ആ പപ്പടവും അതിൻ്റെ കൂടെ അവരുടെ ആ സ്ലോ കുക്ക് ചെയ്ത് വന്ന ബീഫ് അതും കൂടെ അതെങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കഴിക്കുമ്പോഴുള്ള കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, മോനെ. അത്ര നേരം അവിടെ നിന്ന് ആ മണ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ കിളി പോയായിരുന്നു. എന്നിട്ട് ഈ സാധനം നമ്മുടെ കൈ കിട്ടുമ്പോൾ കഴിക്കാത്തവർ ഉറപ്പായിട്ട് കഴിച്ച് നോക്കണം കേട്ടോ. കഴിച്ചവർ പിന്നെയും കഴിക്കുന്ന ഒരു കടയും കൂടെ ആട്ടോ ഇത്. അതിനത്യാവശ്യം എരിവുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ബീഫ് ഇവരുടെ. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് അവരൊരു സ്പെഷ്യൽ മസാല ടീ ഉണ്ട്. ഈ സാധനം മസ്റ്റായിട്ടും കുടിക്കണം. അപ്പോൾ ഇഞ്ചിയും ഏലക്കയും ഒരു മിൻറ്റ് ലീവ്സൊക്കെ ഇട്ട് ഒരു കട്ടൻ നമുക്ക് കിട്ടി, അവരുടെ മസാല കട്ടൻ. നമ്മൾ കഴിച്ച ബീഫിന് ഇച്ചിരി സ്പൈസി ആയിട്ട് ഇവരുടെ ബീഫ്. അതിൻ്റെ കൂടെ ഈ മസാല കട്ടൻ ഒരു രക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി മധുരം കൂട്ടിയിട്ടിട്ടാണ് അവർ ഈ സാധനം എടുത്തേക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരമനയിൽ നിന്ന് പൂച്ചപ്പുറയ്ക്ക് പോകുമ്പോൾ കുഞ്ചാലമൂട്ടിലാണ് നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടലുള്ളത്. അപ്പോൾ കഴിക്കാത്തവർ മസ്റ്റ് ട്രൈ ആണ്, പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഐവാ ഫുഡീസ്.